ഒരു സാധാരണ വ്യക്തിയുടെ അസാധാരണമായ ഒരു സാമ്പത്തിക വളർച്ചയുടെ കഥയാണ്. അതെ, നമ്മുടെ മുന്നിലുള്ളത് വെസ്റ്റീജ് എന്ന കമ്പനിയിലെ ഒരു ലീഡറായ മിസ്റ്റർ സുബ്ബയ്യ ഷെട്ടിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആണ്. ശരിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ആ ഒരു യാത്ര, അതായത് സാമ്പത്തിക ആശങ്കകൾ നിറഞ്ഞൊരു ജീവിതത്തിൽ നിന്ന് കോടികളുടെ ആസ്തിയിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തിയെന്നതിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. തീർച്ചയായും ഇതൊരു വ്യക്തിയുടെ വിജയഗാഥ എന്നതിലുപരി ഒരുപാട് പേർക്ക് എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ജീവിത സാഹചര്യങ്ങളുണ്ട്. അതെ അതെ. അതിൽ നിന്ന് ഒരാൾ എങ്ങനെയാണ് ഒരു പുതിയ അവസരം കണ്ടെത്തി അതിന് തനിക്ക് അനുകൂലമാക്കി മാറ്റിയത് എന്നതിനൊരു പഠനം കൂടിയാണിത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം പ്രചോദനം മാത്രമല്ല, ആ വിജയത്തിന് പിന്നിലെ ബിസിനസ് മാതൃക എന്താണെന്ന് മനസ്സിലാക്കുക കൂടിയാണ്. കൃത്യമായി. ആ കാറുകൾക്കും വീടുകൾക്കും അപ്പുറം അതിലേക്ക് നയിച്ച ആ ഒരു പ്രവർത്തന രീതി, ആ ഒരു ചിന്താഗതി, അതാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ശരി. മിസ്റ്റർ ഷെട്ടി സ്വയം വിശേഷിപ്പിക്കുന്നത് ഒരു സിമ്പിൾ ഗ്രാജുവേറ്റ് എന്നാണ്, അല്ലേ? അതെ. വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ശരിയായ ജോലിക്കായി ഏകദേശം ഒരു 10 വർഷത്തോളം അദ്ദേഹം അലഞ്ഞൂന്ന് തന്നെ പറയുന്നുണ്ട്. 10 വർഷം? അതെ. പിന്നീടൊരു ജോലി കിട്ടിയെങ്കിലും അടുത്തൊരു 10-15 വർഷം കഴിഞ്ഞിട്ടും ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ ആ ഒരു അടിസ്ഥാന ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് ഒന്നും നേടാനായില്ല. അപ്പോ സാമ്പത്തികമായി ഒട്ടും സുരക്ഷിതത്വം ഉണ്ടായിരുന്നില്ല? ഇല്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒരു സുഖമോ ആഡംബരമോ നേടാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ലാന്ന്. രാവും പകലും ജോലി ചെയ്തിട്ടും സാമ്പത്തികമായി ഒരിടത്തും എത്താത്തൊരവസ്ഥ. ഇത് ഒരുപാട് മധ്യവർഗ കുടുംബങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. തീർച്ചയായും. ആവശ്യങ്ങൾ കൂടുന്നു, പക്ഷെ വരുമാനം അവിടെ തന്നെ നിൽക്കുന്നു. ഈയൊരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ 2 വലിയ ചോദ്യങ്ങൾ വരുന്നത്. ചോദ്യങ്ങളാണ് കഥയുടെ എല്ലാം അടിസ്ഥാനമെന്ന് തോന്നുന്നു. അതെ. ഒന്നാമത്തേത് എന്റെ റിട്ടയർമെന്റിന് ശേഷം ഞാൻ എന്തു ചെയ്യും എന്നതായിരുന്നു. ശരിയാണ്. രണ്ടാമത്തേത്, എന്റെ മകൻ വലുതായി വിദേശത്ത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അതിനുള്ള പണം എന്റെ കയ്യിലുണ്ടാകുമോ? ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ അന്നത്തെ ജോലിക്ക് കഴിയില്ല എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. ആ തിരിച്ചറിവാണല്ലോ പ്രധാനം. അതെ. ആ ആശങ്കകളാണ് ഒരു പുതിയ വഴിയെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ തുടർന്നാൽ ഒന്നും നടക്കില്ല എന്നൊരു ബോധ്യം. അതുകൊണ്ട് തന്നെ ഒരു അവസരം മുന്നിൽ വന്നപ്പോൾ അതിനെ തുറന്ന മനസ്സോടെ സമീപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം വെസ്റ്റീജിന്റെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ ഗൗതം ബലിയെ കാണുന്നത്. വെസ്റ്റീജ് എന്ന അവസരത്തെക്കുറിച്ച് കേൾക്കുന്നത് അപ്പോഴാണ്. ആ ബിസിനസ്സിലെ ലീഡർമാർ വലിയ തുകകൾ സമ്പാദിക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആകാംക്ഷയായി. സ്വാഭാവികമാണല്ലോ. ആ ബിസിനസ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കിയ നിമിഷത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് തനിക്കൊരു ജാക്ക്പോട്ട് അടിച്ചതുപോലെ എന്നാണ്. ആ ജാക്ക്പോട്ട് നിമിഷം? അതെ. എന്തായിരുന്നു ഈ ബിസിനസ് മോഡൽ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അതൊരു ജാക്ക്പോട്ടായി തോന്നിയത്? അതൊരു ശരിക്കും പറഞ്ഞാൽ വളരെ പ്രസക്തമായ ചോദ്യമാണ്. വെസ്റ്റീജ് പിന്തുടരുന്നത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് മാതൃകയാണ്. ഓക്കെ. ഇതിനെ വളരെ സിമ്പിളായിട്ട് വിശദീകരിക്കാം. ഇതിൽ വരുമാനം നേടാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന്, കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ നേരിട്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം. ശരി. പക്ഷേ യഥാർത്ഥ വരുമാന സാധ്യത, മിസ്റ്റർ ഷെട്ടി കണ്ട ആ ജാക്ക്പോട്ട്, അത് 2ാമത്തെ വഴിയിലാണ്. അതെങ്ങനെയാണ്? അതായത് നിങ്ങളെപ്പോലെ ഈ ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുള്ള മറ്റുള്ളവരെ ഈ ശൃംഖലയിലേക്ക് കൊണ്ടുവരിക, അവരെ പരിശീലിപ്പിക്കുക. അപ്പോ ഞാന് കൊണ്ടുവരുന്ന ആളുകൾ ബിസിനസ് ചെയ്യുമ്പോ എനിക്കും വരുമാനം കിട്ടുവോ? കൃത്യമായി. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ടീമിലുള്ള ഓരോ അംഗവും നടത്തുന്ന ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കും ഒരു വരുമാനം കിട്ടുന്നു. ഇതിനെയാണ് ലെവറേജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മാത്രം അധ്വാനത്തെ ആശ്രയിക്കാതെ ഒരു വലിയ ടീമിന്റെ കൂട്ടായ അധ്വാനത്തിന്റെ ഒരു ചെറിയ ഫലം നിങ്ങൾക്കും ലഭിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സാധാരണ ജോലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയൊരു സാധ്യത ഇതിൽ കണ്ടത്. അതെ. റിട്ടയർമെന്റിനും മകന്റെ വിദ്യാഭ്യാസത്തിനുമുള്ള പണം സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഒരു ടീമിനെ പടുത്തുയർത്തിയാൽ വരുമാനത്തിന് പരിധികളില്ലാതാകും. ആ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തിന് അതൊരു ജാക്ക്പോട്ടായി തോന്നാൻ കാരണം. അതെ. തന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം അവിടെയുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ ആശയം മനസ്സിലാക്കിയ ഉടൻ തന്നെ അദ്ദേഹം വെസ്റ്റീജിൽ ചേർന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ അപ്ലൈനായ മിസ്റ്റർ പ്രസീദ് സിംഗിന്റെ പങ്കിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. ആരാണ് ഈ അപ്ലൈൻ? അപ്ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുകയും വഴികാട്ടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു തരം മെന്റർ എന്ന് പറയാം.
ഒരു വഴികാട്ടി. അതെ, മിസ്റ്റർ ഷെട്ടിയെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റർ പ്രസീത് സിംഗ് ഈ ബിസിനസിന്റെ യുക്തി എന്താണെന്നും അത് എങ്ങനെ പ്രായോഗികമായി ചെയ്യാമെന്നും പഠിപ്പിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. തീർച്ചയായും. കാരണം ഡയറക്ട് സെല്ലിംഗ് എന്നത് വെറുതെ സാധനങ്ങൾ വിൽക്കലല്ല. അതൊരു ടീമിനെ ഉണ്ടാക്കി അവരെ നയിക്കുന്ന ഒരു സംരംഭമാണ്. അതിന് വ്യക്തമായ പരിശീലനം വേണം. ആ പിന്തുണ നൽകുന്ന ആളാണ് അപ്ലൈൻ. അതെ. ഓക്കെ. അപ്പോൾ ബിസിനസ് മോഡൽ മനസ്സിലായി, ഒരു വഴികാട്ടിയേയും കിട്ടി. അതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ വിജയമന്ത്രം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ആ ഒരു കാതൽ അതൊരൊറ്റ വാചകത്തിലുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതല്ല, നിങ്ങളുടെ ടീം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ തരത്തിലുള്ള പണമുണ്ടാക്കാൻ കഴിയുന്നത്. ആ ആശയം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്താഗതി തന്നെ മാറിയെന്ന് തോന്നുന്നു. പൂർണ്ണമായി മാറി. ഇതെന്റെ ബിസിനസ്സാണ്, ഇത് ഞാൻ ചെയ്യേണ്ട ബിസിനസ്സാണ് എന്നൊരു ഓണർഷിപ്പ്, ഒരു ഉടമസ്ഥതാബോധം. അതെ, ആ ഒരു ബോധം അദ്ദേഹത്തിന് വന്നു. മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിൽ നിന്ന് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ആളായി അദ്ദേഹം സ്വയം കണ്ടു തുടങ്ങി. ഈ ഉടമസ്ഥതാബോധം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് മാറ്റിയത്? അവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഗൗരവമായത്. അദ്ദേഹം കമ്പനി നൽകുന്ന ട്രെയിനിങ്ങുകളിലും മീറ്റിംഗുകളിലും വളരെ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി. ആ സിസ്റ്റത്തിന്റെ ഭാഗമായി. അതെ, കമ്പനിയുടെയും സ്റ്റാഫിന്റെയും പിന്തുണ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി. ഇതിനെയാണ് അദ്ദേഹം സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് വിജയിക്കാൻ ആവശ്യമായ എല്ലാ പരിശീലനങ്ങളും ടൂൾസുമെല്ലാം അടങ്ങുന്ന ഒരു അമപ്പ്. ആ സിസ്റ്റത്തെ വിശ്വസിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായി. ശരിയാണ്. പുതിയ ആളുകളോട് അദ്ദേഹം നൽകുന്ന ഉപദേശവും ഇതുതന്നെയാണ്. പണം സമ്പാദിക്കണമെങ്കിൽ ഈ ബിസിനസ് പഠിക്കുക എന്ന്. ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ ചേർക്കാനോ വിൽക്കാനോ അല്ല. അല്ല, ഇതൊരു വിൽപ്പന ജോലി എന്നതിലുപരി പഠിച്ചെടുക്കേണ്ട ഒരു കഴിവ്, ഒരു പ്രൊഫഷനായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഒരു ഡോക്ടറാകുന്നതുപോലെ. അതെ, ഒരു ഡോക്ടറാകാനോ എഞ്ചിനീയറാകാനോ വർഷങ്ങൾ പഠിക്കുന്നതുപോലെ ഈ ബിസിനസ്സിൽ വിജയിക്കാനും പഠനം ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തൊക്കെയാണ് പഠിക്കേണ്ട കാര്യങ്ങൾ? ആളുകളുമായി എങ്ങനെ സംസാരിക്കണം, ഉൽപ്പന്നങ്ങളെക്കുറിച്ച് എങ്ങനെ വിശദീകരിക്കണം, ഒരു ടീമിനെ എങ്ങനെ നയിക്കണം, അവരുടെ കഴിവുകൾ എങ്ങനെ വളർത്തിയെടുക്കണം, ഇതെല്ലാം പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതെ, പഠനമാണ് അദ്ദേഹത്തെ ഈ നിലയിലെത്തിച്ചത്. യാതൊരു സംശയവുമില്ല. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഈ ബിസിനസിന്റെ ഒരു രീതിയെക്കുറിച്ചാണ്. ഇനി അതിന്റെ ഫലങ്ങളിലേക്ക് വരാം. അതെ, അതാണല്ലോ പ്രധാനം. കാരണം മിസ്റ്റർ ഷെട്ടി നേടിയെടുത്ത കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അദ്ദേഹം വാങ്ങിയ കാറുകളുടെ ലിസ്റ്റ് തന്നെ നോക്കാം. ആദ്യത്തേത് ഒരു ഹോണ്ട സിറ്റി. ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിന്റെ വലിയൊരു സ്വപ്നമാണത്. അതെ, പക്ഷെ അവിടെ നിന്നങ്ങോട്ട് കഥ മാറുകയാണ്. ഹോണ്ട സിറ്റി ഒരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷം അദ്ദേഹം വാങ്ങിയത് 65 ലക്ഷം രൂപ വിലയുള്ള ഒരു ഓഡി കാറാണ്. 65 ലക്ഷം! അതെ, ആ ഒരു മാറ്റം ശ്രദ്ധിക്കണം. ഒരു സാധാരണ കാറിൽ നിന്ന് ഒരു ലക്ഷറി കാറിലേക്കുള്ള ആ ഒരു ദൂരം, അത് അദ്ദേഹത്തിന്റെ വരുമാന വളർച്ചയുടെ വേഗതയാണ് കാണിക്കുന്നത്. അതുകൊണ്ടും തീർന്നില്ലല്ലോ. ഇല്ല, പിന്നീട് 30 ലക്ഷത്തിന്റെ ഒരു MG കാർ കൂടി അദ്ദേഹം വാങ്ങി. ഈ വാഹനങ്ങൾ എന്താ പറയാ, വെറും ആഡംബര വസ്തുക്കൾ എന്നതിലുപരി ഈ ബിസിനസ് മോഡലിന്റെ സാമ്പത്തിക സാധ്യതയുടെ ഒരു തെളിവാണ്. മൂർത്തമായ തെളിവുകൾ. കാറുകൾ മാത്രമല്ല, വീടുകളുടെ കാര്യത്തിലും ഈ വളർച്ച കാണാം. അതെ, ഡൽഹിയിൽ 1.5 കോടി രൂപയുടെയും സ്വന്തം നാടായ മൈസൂരിൽ 3.5 കോടി രൂപയുടെയും വീടുകൾ. 3.5 കോടി! അതെ, അദ്ദേഹം തന്നെ അത്ഭുതത്തോടെ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന ആശയത്തിന് ഇതിലും നല്ലൊരു ഉദാഹരണം ആവശ്യമില്ലെന്ന് തോന്നുന്നു. തീർച്ചയായും, കടങ്ങളില്ലാതെ ഇഷ്ടമുള്ള ജീവിതം നയിക്കാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വെസ്റ്റീജ് എന്നത് ഒരു സാമ്പത്തിക പ്രശ്നത്തിനുള്ള പരിഹാരം മാത്രമല്ല. അദ്ദേഹം ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ആർക്കെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വെസ്റ്റീജ് ഒരു പരിഹാരമാണ്. ആർക്കെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ വെസ്റ്റീജ് ഒരു പരിഹാരമാണ് എന്ന് പറയുമ്പോൾ ഒരു സമ്പൂർണ്ണ പാക്കേജ്. അതെ, വെൽനെസ് ഉൽപ്പന്നങ്ങളിലൂടെ ആരോഗ്യവും ബിസിനസ് അവസരത്തിലൂടെ സമ്പത്തും. എനിക്കൊരു സംശയമുണ്ട്. ഈ ബിസിനസ്സില് എല്ലാവർക്കും ഇത്രയും വലിയ വിജയം നേടാൻ സാധിക്കുമോ? അതോ മിസ്റ്റർ ഷെട്ടിയുടെ വിജയം ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ? കാരണം ഈ നേട്ടങ്ങൾ അത്രത്തോളം വലുതാണ്. ഇതൊരു നല്ല ചോദ്യമാണ്. കേൾക്കുന്ന പലരുടെയും മനസ്സിൽ ഈ സംശയമുണ്ടാകാം. അതെ,
ഉറവിടത്തിൽ മിസ്റ്റർ ഷെട്ടിയുടെ മാത്രം കഥയാണെങ്കിലും നമുക്കിതിനെ ഒന്ന് വിശാലമായി നോക്കാം. ഇത്തരം ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സുകളിൽ വിജയിക്കുന്നവരുടെ എണ്ണം ഒരുപക്ഷെ കുറവായിരിക്കാം. പക്ഷെ വിജയിക്കുന്നവർക്കെല്ലാം ചില പൊതുവായ ഗുണങ്ങളുണ്ട്. ഒന്ന്, അവർ ആ സിസ്റ്റത്തെ പൂർണ്ണമായി വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നു. പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്നു. അതെ. 2, അവർ നിരന്തരം പഠിക്കാൻ തയ്യാറാണ്. 3, അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അതിനായി അവർ പരിശ്രമിക്കാൻ മടിക്കാറില്ല. ഈ 3 ഘടകങ്ങളും മിസ്റ്റർ ഷെട്ടിയുടെ കഥയിൽ വ്യക്തമായി കാണാം. തീർച്ചയായും. അതുകൊണ്ട് അദ്ദേഹത്തിന് വിജയം ഒരുപക്ഷെ ഒറ്റപ്പെട്ടതാകാം, പക്ഷെ ആ വിജയത്തിലേക്ക് നയിച്ച തത്വങ്ങൾ അത് ആർക്കും പകർത്താവുന്നതാണ്. അപ്പോൾ ഇത് കേവലം സുബ്ബയ്യ ഷെട്ടിയുടെ മാത്രം കഥയല്ല. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വെസ്റ്റീവ്സ് ഒരു അനുഗ്രഹമായി മാറിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതെ. കഴിഞ്ഞ 20 വർഷം കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതു വലിയൊരു അവകാശവാദമാണ്. വളരെ വലിയൊരു അവകാശവാദമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വ്യക്തിപരമായ വിജയത്തിൽ നിന്ന് ഒരു സാമൂഹിക ദൗത്യത്തിലേക്ക് മാറുകയാണ്. തനിക്ക് ലഭിച്ച അവസരം മറ്റുള്ളവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യം. അതെ. വരും വർഷങ്ങളിൽ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വെസ്റ്റീജ് മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തുടങ്ങി ആഗോളതലത്തിൽ വളരാൻ സാധ്യതയുള്ള ഒരു വലിയ അവസരമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ശരിയാണ്. ഈ യാത്രയുടെയെല്ലാം അടിസ്ഥാനത്തിൽ പുതുതായി വരുന്നവരോടും യുവസംരംഭകരോടും അദ്ദേഹത്തിന് ഒന്നേ പറയാനുള്ളൂ: ചിന്തിക്കാൻ ധൈര്യപ്പെടൂ, നിങ്ങളുടെ ജീവിതം മാറും. ഡെയർ ടു തിങ്ക്, സോ യുവർ ലൈഫ് വിൽ ചേഞ്ച്. വളരെ ലളിതമായ ഒരു ഉപദേശമായി തോന്നാമെങ്കിലും അതിന്റെ അർത്ഥം വളരെ വലുതാണ്. തീർച്ചയായും. ചിന്തിക്കാൻ ധൈര്യപ്പെടുക എന്ന ആഹ്വാനം അത് കേൾക്കുന്ന നിങ്ങളോടും സ്വന്തം പരിമിതികളെക്കുറിച്ച് പുനർവിചിന്തനം നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ ചിന്തകളാണ് നമ്മളെ പലപ്പോഴും പരിമിതപ്പെടുത്തുന്നത്. അതെ, നമ്മുടെ സാഹചര്യങ്ങളല്ല. ഒരു സാധാരണ ബിരുദധാരിക്ക് കോടികളുടെ ആസ്തിയുള്ള ഒരു സംരംഭകനാകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരാൾക്ക് കഴിയില്ല? ആ ചിന്തയുടെ മതിലുകൾ തകർക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ആ ധൈര്യം കാണിച്ചാൽ സാധ്യതകളുടെ ഒരു പുതിയ ലോകം മുന്നിൽ തുറന്നേക്കാം. തീർച്ചയായും. ചുരുക്കി പറഞ്ഞാൽ, ഒരു സാധാരണക്കാരന്റെ സാമ്പത്തിക ആശങ്കകളിൽ നിന്ന് തുടങ്ങി ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ടീം വർക്കിലും പഠനത്തിലും അധിഷ്ഠിതമായ ഒരു ബിസിനസ് മോഡലിലൂടെ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തത്ര ജീവിത വിജയത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തിയുടെ യാത്രയാണ് നമ്മളിന്ന് കേട്ടത്. അതെ. ശരിയായ ഒരു സിസ്റ്റം കണ്ടെത്തുകയും അതിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ എന്തെല്ലാം നേടാനാകും എന്നതിന്റെ ശക്തമായ ഉദാഹരണമാണ് മിസ്റ്റർ ഷെട്ടിയുടെ കഥ. അവസാനമായി നിങ്ങൾ ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പറയൂ. മിസ്റ്റർ ഷെട്ടിയുടെ കഥ കേൾക്കുമ്പോൾ ഒരാളുടെ സാമ്പത്തിക സാഹചര്യങ്ങളെ മാറ്റാൻ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു അവസരം മാത്രം മതിയോ? അതോ ആ അവസരത്തെ ഒരു ജാക്ക്പോട്ടായി കാണാനും അത് പഠിച്ചെടുക്കാനും അതിനായി പ്രവർത്തിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ മനോഭാവവും തീരുമാനവുമാണോ യഥാർത്ഥത്തിൽ മാറ്റമുണ്ടാക്കുന്നത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ വഴിത്തിരിവ് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരമൊരു അവസരം എവിടെയായിരിക്കാം കാത്തിരിക്കുന്നത്? അതിനെ തിരിച്ചറിയാനും ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാണോ?